വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ആദ്യത്തെ ദിവസം വിഷൻ ബോർഡിനെ പറ്റി ഡിസ്കസ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പറഞ്ഞു, ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയായിരുന്നു. അതും കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് വന്ന് നിൽക്കുന്നത് എന്തിനാ, ഒരു ട്രാക്കർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്കറിയാം വിഷൻ ബോർഡ് എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് കറക്റ്റ് ഡയറക്ഷൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്, 2026 ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നേടേണ്ടത് എന്നുള്ളൊരു ഐഡിയ. അതാണ് എന്ത് വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാമത് നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തു. ആ വിഷൻ ബോർഡിൽ എത്താൻ വേണ്ടിയിട്ട് ദിവസവും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ടൈം ടേബിളിൽ വെച്ചത്. ഓക്കെ, ഇനി നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തു, വിഷൻ ബോർഡ് സെറ്റ് ചെയ്തു. പക്ഷേ നമ്മൾ ഈ ടൈം ടേബിൾ എല്ലാ ദിവസവും ഇങ്ങനെ റൊട്ടീനായിട്ട് ഫോളോ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് സ്വയം വേണ്ടുന്ന ഒരു മോട്ടിവേഷനാണ് ഈ ട്രാക്കർ നമുക്ക് തരുന്നത്. മനസ്സിലായോ? ഡെയിലി ട്രാക്കർ. വീഡിയോ കാണാം. സോ എന്താണ് ഡെയിലി ട്രാക്കർ? എന്താണ് ഈ സംഭവം? ഡെയിലി ട്രാക്കർ എന്ന് പറഞ്ഞാൽ എന്താ കാര്യം മനസ്സിലായില്ല? ഓക്കെ, ട്രാക്കർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മളെ ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തു. നമ്മൾ രാവിലെ എണീറ്റിട്ട് ഇത്ര മണി ഈ കാര്യം ചെയ്യണം, 7 to 8 ഇത് ചെയ്യണം, 8 to 9 ഇത് ചെയ്യണം. അങ്ങനെ നമ്മൾ നല്ല പാക്ഡ് ആയിട്ടാണ് നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തത് അല്ലേ? നമുക്കറിയാം നമ്മുടെ സമയം നമുക്ക് കളയാൻ ഒട്ടുമില്ല. അതുകൊണ്ട് നമ്മൾ നല്ല അടുപ്പിച്ച് എല്ലാം പ്ലാൻഡ് ആയി. നമ്മൾ 24 hours എത്ര മണിക്കൂർ ഉറങ്ങും, എത്ര മണിക്കൂർ അടുത്ത് ഫുഡ് കഴിക്കുന്നു, എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നു, എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ മണിക്കൂറും നമുക്ക് ഓരോരോ ടാസ്കുകൾ കൊടുത്തിട്ടുണ്ട് ആണേ. അപ്പോൾ ആ ടാസ്കുകളെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു മോട്ടിവേഷൻ വേണം, ഡെയിലി മോട്ടിവേഷൻ വേണം. ആ മോട്ടിവേഷൻ തരാൻ വേണ്ടിയാണ് ഈ ട്രാക്കർ യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം. ആദ്യം നമ്മൾ യൂസ് ചെയ്തതിൻ്റെ എന്തിനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറയാം. നിങ്ങൾ എൻ്റെ വിഷൻ ബോർഡിൻ്റെയും അതിനൊക്കെ തന്നെ ടൈം ടേബിളിലെ വീഡിയോ കാണാതെയാണ് ഇത് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടേക്കണം. കാരണം നമ്മൾ അതിനകത്ത് വിഷൻ ബോർഡിൻ്റെ വലിയ സംഭവമൊന്നുമില്ല. ജസ്റ്റ് വിഷൻ ബോർഡ് ഉണ്ടാക്കിയ രീതി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് വലിയ വീഡിയോ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ഇഷ്ടപ്പെട്ട രീതിയിൽ ഫിസിക്കലായിട്ടോ അല്ലെങ്കിൽ ഡിജിറ്റലായിട്ടോ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുക. അതിനൊക്കെ തന്നെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ ഡെയിലി മോർണിംഗ് ഒരു ടൈം ഉണ്ടല്ലോ, മോർണിംഗ് എല്ലാവർക്കും ഏകദേശം സെയിം ആയിരിക്കും. അപ്പോൾ മോർണിംഗ് ടൈം ആയിരിക്കാണ് ഞാൻ അവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഡേ ത്രൂ ഔട്ട് ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് അതിനൊക്കെ അറേഞ്ച് ചെയ്യാം. ഓക്കെ, അറേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നല്ലോണം കറക്റ്റ് എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ട്രാക്കർ എന്ന് പറയുമ്പോൾ അതിൻ്റെ യൂസ് എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പഠിക്കാനിരിക്കുന്ന സമയം നമ്മൾ പറയുക, ഓക്കെ 8 to 9 8 മണി തൊട്ട് 9 മണി വരെ എന്ത് ചെയ്യാൻ പോവാ, ഞാൻ മാത്സ് പഠിക്കാൻ പോവാം, മാത്സ് വർക്കൗട്ട് ചെയ്യാൻ പോവാണ്. 8 to 9 രാവിലെ 8 മണി തൊട്ട് 9 മണി വരെ മാത്സ് പഠിക്കാൻ നമ്മൾ സെറ്റ് ചെയ്തു. നമ്മൾ പഠിക്കാനിരിക്കുന്ന ആ ഒരു മണിക്കൂർ, എക്സാമ്പിൾ ഒരു മിനിമം 1 മണിക്കൂർ പഠിക്കാതിരിക്കുമെന്ന് വെച്ചോ. ഈ ഇരിക്കുന്ന 1 മണിക്കൂർ കറക്റ്റായിട്ട് നമ്മൾ പഠിക്കുമോ? ഇല്ല. നമ്മൾ എന്തൊക്കെ ചെയ്യുമായിരിക്കും, നമ്മൾ ഇടയ്ക്ക് ഏതെങ്കിലും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ എടുക്കാൻ പോകും, എന്താണെന്ന് നോക്കാൻ പോകും. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ഡീവിയേറ്റ് ചെയ്തിട്ട് കുറച്ച് റീൽസ് കണ്ടിട്ട് അങ്ങനെ കുറച്ച് നമ്മുടെ കളയും. പിന്നെ അതുകൊണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചുമ്മാ ചിന്തിക്കും, ഇത്രയും പഠിക്കാനുണ്ട്, ഇതൊക്കെ പഠിച്ച് എന്ന് കിട്ടാനാ, എങ്ങനെ പഠിക്കണോ പഠിക്കണ്ടേ, അങ്ങനെ കുറേ തോട്ട്സ് ഒക്കെ വന്നിട്ട് നമ്മൾ വേറെയും ചിന്തിച്ച് നമ്മൾ ഫ്രണ്ട്സിനെ പറ്റിയും അല്ലെങ്കിൽ ഇന്ന് എന്തുണ്ടാക്കുമെന്നോ അല്ലെങ്കിൽ ഇന്ന് അവിടെ നല്ല മണം വരുന്നോ, അങ്ങനെ പല കാര്യങ്ങൾ ചിന്തിച്ച് നമ്മളങ്ങ് പോകും അല്ലേ. അപ്പം നമ്മുടെ തോട്ട് ഡീവിയേറ്റ് ആയി പോവും. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ചിന്തിക്കും, ഓവർ തിങ്ക് ചെയ്യും. ഇപ്പോൾ ഓവർ തിങ്കിങ് ഒരു പ്രശ്നമാണ്. അതുകൊണ്ടൊക്കെ നമ്മൾ ഈ ഫോണൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് ഡൈവേർട്ടായി പോകാനുള്ള ചാൻസും കൂടുതലാണ്. അതുകൊണ്ടൊക്കെ നമുക്ക് എന്ത് സംഭവിക്കും, നമ്മൾക്ക് വിചാരിക്കാതെ എന്തെങ്കിലും ബ്രേക്ക് വരും അല്ലേ. നമ്മളിപ്പോൾ 1 മണിക്കൂർ പഠിക്കാമെന്ന് പറഞ്ഞാൽ ഇരുന്ന ആൾ ചിലപ്പോൾ അരമണിക്കൂർ ആകുമ്പോൾ ആരെങ്കിലും വിളിച്ചിട്ട് അങ്ങോട്ട് പോകാനോ അല്ലെങ്കിൽ ഒരു കോൾ വന്നിട്ട് പോകാനോ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഡീവിയേറ്റ് ചെയ്യപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ഈ 1 hour നിങ്ങൾ ഈ ട്രാക്കർ ഉപയോഗിക്കുമ്പോഴത്തേക്കും, ട്രാക്കറിനകത്ത് നമ്മൾ എന്തുണ്ട്, മന്ത്ലി നമ്മൾ എല്ലാ ദിവസവും ഇതെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ, നമ്മൾ പ്ലാൻ ചെയ്ത് ഇത്രയാണ്, നമ്മൾ നടത്തിയത് ഇത്രയാണ് എന്ന് വെക്കുന്ന ഒരു സംഭവമാണ് ഈ ട്രാക്കർ എന്ന് പറയുമ്പോൾ. അപ്പം നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യും, 8 to 9 ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല അല്ലെങ്കിൽ നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു എന്നുള്ളതിൻ്റെ എന്തെങ്കിലും സിമ്പിൾസോ, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്മൈലീസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ റെഡ് ക്രോസോ അല്ലെങ്കിൽ ഗ്രീൻ ടിക്കോ ഒക്കെ യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ആ ഒരു ക്രിയേറ്റീവായിട്ട് സംഭവം ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തോന്നും, അത് കറക്റ്റായിട്ട് അതിനകത്ത് എല്ലാം ഗ്രീൻ ടിക്ക് വരാൻ നോക്കും, അല്ലെങ്കിൽ എല്ലാം നല്ല ഹാപ്പി സ്മൈലീസ് ആഡ് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ സാഡ് ഇമോജീസ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താ, അയ്യോ ഇന്നലെ ഞാൻ നല്ലോണം പഠിച്ചില്ല, ആ 1 മണിക്കൂർ നല്ല എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ ഫീൽ വരും. മനസ്സിലായോ? അപ്പം നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രാക്കർ സെറ്റ് ചെയ്യാം. ഓക്കെ, അതിന് ജസ്റ്റ് ഒരു മോഡൽ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രാക്കർ സെറ്റ് ചെയ്യാം. നിങ്ങൾ ആ ഒരു ദിവസം ഇടുന്ന ടൈം ടേബിൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ, അതോ എത്രമാത്രം നല്ലോണം ഫോളോ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിരുന്നോ, സാറ്റിസ്ഫൈഡ് അല്ലേ, അങ്ങനെയുള്ള രീതിയിലുള്ള എനിക്ക് ട്രാക്കർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ 8 to 9 നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യമായിരിക്കും അവിടെ ട്രാക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1 മണിക്കൂർ പഠിക്കാൻ ഇരുന്നിട്ട് എന്തുമാത്രം യൂസ് ചെയ്തില്ല എന്നുള്ള കാര്യം അവിടെ നമുക്ക് കറക്റ്റായിട്ട് നോട്ട് ചെയ്യാനും അടുത്ത ദിവസം അത് കറക്റ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ കുറച്ചും കൂടി അലേർട്ടായിരിക്കും.
അല്ലേ? നമ്മളിപ്പോൾ 2 മണിക്കൂർ നമ്മൾ ടൈം ടേബിൾ വെച്ചിട്ട് നമ്മൾ 2 മണിക്കൂർ ഉറങ്ങാൻ 2 മണിക്കൂർ പഠിക്കാൻ പോവാം. ആ പഠിക്കാൻ വന്ന 2 മണിക്കൂർ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വന്ന 2 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഇത് പഠിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ട്രാക്കറിനകത്ത് എന്ത് ചെയ്യാനാ ആ ഗ്രീൻ ടിക്ക് ഇടാനുള്ളതാണ്, അല്ലെങ്കിൽ ആ ഹാപ്പി ഇമോജി പേസ്റ്റ് ചെയ്യാനുള്ളതാണ് എന്നുള്ളൊരു ഫീലിംഗ് നമുക്കുണ്ട്. അപ്പം നമ്മൾ കുറച്ചും കൂടി എന്തായിരിക്കും, ഫോക്കസ്ഡ് ആയിരിക്കും അല്ലേ? ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. നിങ്ങൾക്ക് ഈ പഠിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സ്റ്റഡി ബണ്ണി എന്ന ആപ്പ് യൂസ് ചെയ്യാം. അതിൻ്റെ കാര്യം വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സ്റ്റഡി ബണ്ണി എന്ന ആപ്പ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനെ കുറേ നമ്മൾ ഈ ഫോക്കസ് കൂട്ടാനുള്ള ആപ്പുകളുണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലാതെ നമ്മൾ എന്താ ഈ ട്രാക്കർ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി എന്ത് വിചാരിക്കും, ഓക്കെ എനിക്കിത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കറക്റ്റ് പഠിച്ചിട്ട് എന്ത് ചെയ്യണം, എനിക്ക് സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യേണ്ടതാണ് എന്നുള്ളൊരു തോട്ട് മനസ്സിൽ കാണും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിരിക്കും. അപ്പോൾ ട്രാക്കറിൻ്റെ രണ്ടാമത്തെ യൂസ് എന്താ, നമ്മൾ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി, ആ ഒരു സ്റ്റേജ് എത്തി, കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും കുറച്ച് അത്യാവശ്യം ഫോളോവേഴ്സൊക്കെ കൂടി വന്നപ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് കറക്റ്റായിട്ട് ചാർട്ടുകളും കാര്യങ്ങളും കാണാൻ പറ്റും, ഗ്രാഫ് കാണാൻ പറ്റും, എന്തുമാത്രം വ്യൂസ് കയറിയിട്ടുണ്ട്, എന്തുമാത്രം റീച്ച് വന്നിട്ടുണ്ട്, എത്ര റീച്ച് വന്നിട്ടില്ല എന്ന് കാണാൻ പറ്റും. അപ്പം ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നമ്മൾ 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ഈ ഗ്രാഫ് താഴും, ഗ്രാഫ് നല്ലപോലെ താഴും. മനസ്സിലായി? നമ്മളെ റീച്ച് എല്ലാം കുറയുന്നതിൻ്റെ ആ കൂടിക്കൊണ്ടിരുന്നതിൻ്റെ ഗ്രാഫ് പതുക്കെ താഴാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് എന്താ ഒരു ഗിൽറ്റ് അടിക്കും. ഞാൻ എന്താ കറക്റ്റായിട്ടൊന്നും ചെയ്തില്ല, ഞാൻ എന്താ കൺസിസ്റ്റൻ്റ് അല്ലായിരുന്നു എന്നൊരു ഫീൽ നമുക്ക് വരും. ഇതേപോലെ ട്രാക്കറിനകത്ത് നമ്മൾ കറക്റ്റായിട്ട് എന്താ കുറേ ദിവസം ഉണ്ടായിരുന്നു, ഗ്രീൻ ടിക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് കൂടെ ചാർട്ടായിട്ട് വരയ്ക്കാം. നമ്മൾ ചാർട്ടിനകത്ത് ഗ്രാഫായിട്ട് വരച്ച് എല്ലാ പോയിന്റിലും കൂടി വന്നുകൊണ്ടിരുന്നതാണ്, നമ്മൾ സ്റ്റേബിളായിട്ട് പൊക്കോണ്ടിരിക്കുന്നതാണ്. കുറച്ച് ദിവസം നമുക്ക് എന്തെങ്കിലും പനിയോ അല്ലെങ്കിൽ കല്യാണമോ എന്തെങ്കിലും ബഹളമോ ഒക്കെ എന്തെങ്കിലും വന്നിട്ട് നമ്മൾ കുറച്ച് ഡിസ്ട്രാക്ട് ആയിപ്പോയി, കുറച്ച് ദിവസം പഠിക്കാൻ പറ്റിയില്ല. അങ്ങനെ പഠിക്കാൻ പറ്റാതെ വന്ന ദിവസങ്ങളിൽ ഗ്രാഫ് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് താഴോട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അവിടെ മൊത്തം എന്തായിരിക്കും, റെഡ് കളേഴ്സ് ആയിരിക്കും. അത് കാണുമ്പോൾ നമുക്കൊരു ഗിൽറ്റ് അടിക്കും. ഞാൻ നല്ലോണം പഠിച്ചുകൊണ്ടിരുന്നതാ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, നല്ലോണം പഠിക്കാൻ പറ്റിയില്ല, എൻ്റെ ഗ്രാഫ് താഴ്ന്നാ പോകുന്നൊരു ഫീല് വരും. മനസ്സിലായി? അപ്പോൾ നമുക്കൊരു ഗിൽറ്റ് വരും. അത് കാരണം നമ്മൾ എന്ത് ചെയ്യും, പിന്നെയും അത് മുകളിലോട്ട് കൊണ്ടുവരണം എന്ന് വിചാരിച്ച് നമ്മൾ കുറച്ചുകൂടി എഫേർട്ട് ഇടും. മനസ്സിലായോ? അത് കണക്കാണ് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് ആ മൊത്തം ഗ്രീൻ ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മൊത്തം ഹാപ്പി ഇമോജീസ് പൊക്കോണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ഒരു സാറ്റിസ്ഫാക്ഷൻ വരും. എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, അല്ലെ എൻ്റെ മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ട്, എഫേർട്ട് ഞാൻ ഇടുന്നുണ്ട് എന്ന് നമുക്ക് ആ ട്രാക്കർ നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതൊരു ഗുഡ് തിങ് ആണ്. നമുക്കത് കാണുമ്പോഴത്തേക്കും ഒരു ഐഡിയ വരും, ഓക്കെ ഞാൻ നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇനി വർക്ക് ചെയ്യാനുണ്ട് എന്നുള്ള ഫീല് വരും. ഓക്കെ, അപ്പം അതിന് നമുക്ക് എന്ത് ചെയ്യാം, ട്രാക്കർ യൂസ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ പിന്നൊരു യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ട്രാക്കർ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ഡെയിലി നമ്മൾ ട്രാക്കർ യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ പിന്നെ നമുക്ക് എക്സ്ട്രാ മോട്ടിവേഷൻ ആവശ്യമില്ല. ഇത് തന്നെ നല്ലൊരു മോട്ടിവേഷൻ അല്ലേ? നമ്മൾ എപ്പോഴും ഇത് നിങ്ങൾക്ക് അത് നല്ലൊരു ചാർട്ടാക്കിയിട്ട് നിങ്ങളുടെ ഭിത്തിയിൽ പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും കാണുന്ന സ്ഥലത്ത് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അത് കാണുമ്പോൾ തന്നെ ഇന്ന് ഇതെന്താ ട്രാക്കർ, എൻ്റെ ട്രാക്കർ ആയിരിക്കുന്നുണ്ട്, ഇതിനകത്ത് എല്ലാം ഇന്ന് നല്ല അടിപൊളിയായിട്ട് എല്ലാം ചെയ്യണം എന്നൊരു ഫീൽ നിങ്ങൾക്ക് വരും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി എന്താണ് മോട്ടിവേറ്റഡ് ആണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം, ട്രാക്കർ യൂസ് ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പം ജസ്റ്റ് മോട്ടിവേഷൻ എന്ത് മതി, നിങ്ങൾക്ക് ട്രാക്കർ മതി. ക്ലിയർ ആണല്ലോ? ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ ട്രാക്കറിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഈ ട്രാക്കറിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം, നിങ്ങൾ ഈ കംപ്ലീറ്റ് ചെയ്യും. എപ്പോഴും ഈ പഠിത്തം മാത്രം ഇൻക്ലൂഡ് ചെയ്യരുത്. കാരണം നമുക്കിപ്പം നമ്മൾ ഒരു ദിവസം പഠിച്ചില്ല, അതിനകത്ത് കുറേ വേറെ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിലേ നമ്മൾ പഠിച്ചില്ലെങ്കിൽ പോലും നമ്മളെ ഗ്രാഫിനകത്ത് എവിടെയെങ്കിലുമൊക്കെ ഈ ഒരു ഹാപ്പി ഇമോജീസ് കാണും. ഓക്കെ, നമ്മളിപ്പം ഏതെങ്കിലും ഒരു ബുക്ക് വായിക്കണം, ഒരു അരമണിക്കൂർ നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അരമണിക്കൂർ എക്സസൈസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അരമണിക്കൂർ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസും കൂടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ ലൈഫിൽ നിങ്ങൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ കാണുമല്ലോ, അതും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, നിങ്ങൾ അതെന്തായാലും എന്ത് ചെയ്യും, പോസിറ്റീവ് ആയിരിക്കും, അല്ലേ? അതിൻ്റെ പോസിറ്റീവ് റെസ്പോൺസ് ആയിരിക്കും, നിങ്ങൾക്ക് ചെയ്തേ പറ്റൂ എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യും, കറക്റ്റായിട്ട് അവിടെ നിങ്ങൾ ആ ഹാപ്പി ഇമോജി അല്ലെങ്കിൽ ആ ഗ്രീൻ ടിക്ക് ഇടും. അപ്പോൾ ഇടുമ്പോഴത്തേ എന്താ ഇടയ്ക്കെങ്കിലും ആ സംഭവം കാണും. അപ്പോൾ നമുക്കൊരു കുഴപ്പമില്ല, എല്ലാം ഒന്നും നെഗറ്റീവ് അല്ല, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു എന്നൊരു ഫീൽ വരും. മനസ്സിലായോ? അതുകൊണ്ട് അതിനകത്ത് എന്തും കൂടി ആഡ് ചെയ്യണം. കംപ്ലീറ്റ് സ്റ്റഡി പാക്കേജ് മാത്രമല്ലാതെ കുറച്ച് നേരം എന്തെങ്കിലും ബുക്ക് വായിക്കാനോ കുറച്ച് നേരം എന്തെങ്കിലും പാട്ട് കേൾക്കാനോ ആ കാര്യങ്ങളും കൂടി ഇതിനകത്ത് എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പഠിക്കുന്നത് അത്ര മടുപ്പുള്ള കാര്യമായിട്ട് തോന്നത്തില്ല. ഓക്കെ, PSC പഠനം എന്ന് പറയുന്നത് എന്തല്ല, നമ്മൾ ഇന്നോ നാളെയോ മറ്റന്നാളോ നേടിയെടുക്കുന്ന പോകുന്നൊരു കാര്യമല്ല. നമുക്കൊരു നോട്ടിഫിക്കേഷൻ വന്ന് നമ്മൾ നോട്ടിഫിക്കേഷൻ മുമ്പേ പഠിക്കാൻ തുടങ്ങിയതാ, ആ നോട്ടിഫിക്കേഷൻ എക്സാമിന് ഇടയ്ക്ക് ഉള്ള സമയം എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ സമയം, ആ സമയവും അതിന് മുമ്പുള്ള സമയവും ഒക്കെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ദിവസവും ഇങ്ങനെ പതുക്കെ മോട്ടിവേറ്റഡ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പൊക്കോണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ എത്താൻ പറ്റുള്ളൂ. PSC എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ദിവസത്തെ വർക്കിങ്ങിൻ്റെ റിസൾട്ടായിട്ടല്ല നമുക്ക് PSC അല്ലെങ്കിൽ എക്സാം എഴുതി ജോലി കിട്ടുന്നത്. നമ്മൾ ത്രൂ ഔട്ട് 1 ഇയർ ഫുള്ള് വർക്ക് ചെയ്യുന്നതിൻ്റെ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്ന ലിസ്റ്റുകളും നമുക്ക് കിട്ടുന്ന റാങ്കുകളും നമുക്ക് കിട്ടുന്ന ജോലികളും. മനസ്സിലായല്ലോ? അതുകൊണ്ട് വർക്ക് ചെയ്യുമ്പം ആലോചിക്കുക, ഇത് ഇന്നത്തേക്ക് മാത്രമല്ല എന്നത്തേക്കും വേണ്ടുന്നതാണ്. അതുകൊണ്ട് ഇന്നങ്ങ് എല്ലാം പഠിച്ച് തീർത്തേക്കാം എന്ന് വിചാരിക്കരുത്, നടക്കത്തില്ല.
ക്ലിയർ ആണല്ലോ. ഞാൻ ഈ സിലബസ് മൊത്തം ഇന്ന് അങ്ങ് തീർക്കാം എന്ന് വിചാരിക്കരുത്. എല്ലാം വേണം. നമ്മൾ കുറേശ്ശെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ അതിനകത്ത് കാര്യം. മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, കീപ് മൂവിങ്, കീപ് ഗ്രോയിങ്, അവിടെ നിങ്ങൾ എത്തും. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ട്രാക്കറിൻ്റെ ഏകദേശം ഐഡിയ. അപ്പോൾ നമ്മൾ ഇതൊരു പാക്കേജാണ്. വിഷൻ ബോർഡ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ വിഷൻ ബോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിനുവേണ്ടി വർക്ക് ചെയ്തേ വിഷൻ ബോർഡ് എന്ത് ചെയ്യത്തുള്ളൂ, സക്സസ് ആവത്തുള്ളൂ. ഈ റീൽസ് ഇടുന്നേയും എല്ലാ ആൾക്കാരും എന്താ, അവർ സക്സസ് ആയതുകൊണ്ട് മാത്രമാണ് അത് പോസ്റ്റ് ചെയ്യുന്നത്. സക്സസ് ആവാതെ എന്തുമാത്രം വിഷൻ ബോർഡ്സ് കാണും. ഓക്കെ, അതുകൊണ്ട് നിങ്ങളുടെ വിഷൻ ബോർഡ് സക്സസ് ആവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അതിനാൽ ഡെയിലി എഫേർട്ട് ഇടണം. ഡെയിലി എഫേർട്ട് ഉണ്ടെങ്കിൽ ഡെയിലി ഒരു പ്ലാൻ വേണം. ആ ഡെയിലി പ്ലാനാണ് നിങ്ങളുടെ ടൈം ടേബിൾ. ആ ടൈം ടേബിൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയുള്ളതാണ് നിങ്ങളുടെ ട്രാക്കർ. ഓക്കെ, അപ്പോൾ ഈ 3 സാധനങ്ങളും ഒരു കോമ്പിനേഷനാണ്. ഈ 3 സാധനങ്ങൾ എന്തുമാത്രം ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നോ അത്രയും ക്രിയേറ്റീവായിട്ട് ചെയ്തോ. കാരണം നിങ്ങൾ ഈ വർഷം ത്രൂ ഔട്ട് ഉപയോഗിക്കാൻ പോകുന്ന 3 കാര്യങ്ങളാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സംഭവം, ആ ഒരു സിസ്റ്റം സെറ്റാക്കി എടുക്കുക. ഓക്കെ, ഇനി ട്രാക്കർ എങ്ങനെ ചെയ്യണം എന്നുള്ളതിന് നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാം. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പം രാവിലത്തെ ഒരു എന്ത് ചെയ്യാം, ജസ്റ്റ് നിങ്ങൾ മന്ത് മേളിൽ മാസങ്ങളുടെ പേരുകൾ മേളിൽ എഴുതിയിട്ട് താഴെ എന്ത് ചെയ്യുക, മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് വലിയ ചാർട്ടിനകത്താണ് ഡിവൈഡ് ചെയ്ത് അപ്പം എന്താ നമ്മൾ ഫസ്റ്റ് ജനുവരിയിനകത്ത് പിന്നെ എല്ലാ ഡേറ്റും 1 തീയതി തൊട്ട് 30 തീയതിയുടെ ഡേറ്റ് ഇടുക. അപ്പം എന്ത് ചെയ്യുക, ഇവിടെ 6 to 7, 7 to 8, 8 to 9, 10 to 12 അങ്ങനെ ഇടുക. എന്നിട്ട് അവിടെ കുഞ്ഞു സ്ക്വയർ ബോക്സസ് ആക്കുക. സ്ക്വയർ ബോക്സ് ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യാൻ പറ്റും, ഓക്കെ 6 to 7 ഞാൻ ഇന്ന കാര്യം ചെയ്തു, അപ്പോൾ അവിടെ ടിക്ക്. പിന്നെ ഇപ്പുറത്ത് ചെയ്തില്ല, അവരുടെ ക്രോസ്. ടൈം ടേബിൾ നിങ്ങളിൽ ഉണ്ടല്ലോ റെഫറൻസിന്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ഒരു കോഡോ, ഇപ്പം നിങ്ങൾ രാവിലെ ഉണ്ട് യോഗ ചെയ്യുന്ന ആൾക്കാരാണ്, അപ്പോൾ യോഗയുടെ ഇമോജി ഇവിടെ വേണമെങ്കിൽ കൊടുക്കാം. ജസ്റ്റ് യോഗയുടെ ചിഹ്നം ഇവിടെ കൊടുക്കാം. അതിനൊക്കെ എന്തെങ്കിലും ചിഹ്നങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ കുഞ്ഞു സ്ക്വയർ ബോക്സസ് ആയിരിക്കണം. അതാകുമ്പോഴത്തേക്കും അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു മാസത്തേക്കുള്ളതിൻ്റെ വലുതുണ്ടാക്കാം. ഇപ്പം ജനുവരിക്ക് വേണ്ടിയിട്ട് ഈ ഒരു പേജ് ഫുള്ളി യൂസ് ചെയ്യാം. എന്നിട്ട് അവിടെ എന്താ 1 2 3 4 5 നമ്മളെ ഡേറ്റ്സ് മൊത്തം അവിടെ എഴുതുക, ദിവസങ്ങൾ മൊത്തം അവിടെ എഴുതുക. എന്നിട്ട് നിങ്ങൾ എന്താ ഇപ്പം സമയം രാവിലെ 6 എത്ര മണിക്ക് എണീക്കും, 4 to 5, 5 to 6, 6 to 7 അങ്ങനെ മൊത്തം എഴുതുക. എന്നിട്ട് നിങ്ങൾ അവിടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കാണുമല്ലോ, ആ സമയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കാണുമല്ലോ. അതിന് എന്തെങ്കിലും ഒരു സിമ്പിൾ അവിടെ കൊടുത്തേക്കുക. അത് ഫസ്റ്റ് ഡേ മൺഡേയിൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ 1-ാം തീയതി ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ടിക്ക്, 2-ാം തീയതി ചെയ്തിട്ടുണ്ടെങ്കിൽ ടിക്ക്, 3-ാം തീയതി ചെയ്തിട്ടുണ്ടെങ്കിൽ ടിക്ക്, അങ്ങനെ ചെയ്യാം. ക്ലിയർ ആണല്ലോ. അത് നിങ്ങളുടെ ഇമാജിനേഷൻ അനുസരിച്ച് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഓക്കെ, ഞാൻ എൻ്റെ പേഴ്സണൽ ഐഡിയ ഇതുവരെ ക്രിയേറ്റ് ചെയ്തില്ല. ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഞാൻ സ്റ്റോറി ഇടുകയോ നിങ്ങൾക്ക് അതൊന്ന് ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്ത് കാണിക്കുകയോ ചെയ്യാം. ഓക്കെ, ഞാൻ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും സമയം എടുക്കും. അപ്പം ചിലപ്പം ഇത് നിങ്ങൾക്ക് നേരത്തെ ചെയ്തു തുടങ്ങണ്ടേ, അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ഇട്ടത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ചാർട്ട് കളക്ട് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ നാളെ ഒരു സംഭവം സെറ്റ് ചെയ്യാം, വിഷൻ ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് അയച്ചു തരിക. അതിനൊക്കെ തന്നെ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും കറക്ഷനോ എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ ഞാൻ അത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്ന് ഡെയിലി ട്രാക്കറിൻ്റെ കാര്യമാണ് ഇന്ന് പറഞ്ഞിരുന്നത്. ഡെയിലി ട്രാക്കർ യൂസ് ചെയ്യുന്ന രീതിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുക. ഞാനൊരു മോഡൽ കാണി, അത് അങ്ങനെ ചെയ്യണമെന്നില്ല. നമുക്ക് ഓരോരുത്തരും ഓരോരോ രീതിയിലല്ലേ ചെയ്യുന്നത്, അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.